കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 731. സൂറത്തുൽ ഹജ്ജ് ആയത്തുകൾ 56 മുതൽ 78 വരെ, അതായത് അവസാനം വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ മുൽക്കു യൗമഇദിൻ ലില്ലാഹി യഹ്കുമു ബൈനഹും فالذين آمنوا وعملوا الصالحات في جنات النعيم والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا فإن الله لهو خير الرازقين ليدخلنهم مدخلا يرضونه وإن الله لعليم حليم ذلك ومن عاقب بمثل ما عوقب به ثم بغي عليه لينصرنه الله إن الله لغفور غفور ذلك بأن الله يولج الليل في النهار ويولج النهار في الليل وأن الله سميع بصير ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل وأن الله هو العلي الكبير ألم تر أن الله أنزل من السماء ماء فتصبح الأرض مخضرة إن الله لطيف خبير له ما في السماوات وما في الأرض وإن الله لهو الغني الحميد ألم تر أن الله سخر لكم ما في الأرض والفلك تجري في البحر بأمره ويمسك السماء أن تقع على الأرض إلا بإذنه إن الله بالناس لرؤوف رحيم وهو الذي أحياكم ثم يميتكم ثم يحييكم إن الإنسان لكفور لكل أمة جعلنا منسكا هم ناسكوه فلا ينازعنك في الأمر وادع إلى ربك إنك لعلى هدى مستقيم وإن جادلوك فقل الله أعلم بما تعملون الله يحكم بينكم يوم القيامة فيما كنتم فيه تختلفون ألم تعلم أن الله يعلم ما في السماء والأرض إن ذلك في كتاب إن ذلك على الله يسير ويعبدون من دون الله ما لم ينزل
ما لم ينزل به سلطانه وما ليس لهم به علم وما للظالمين من نصير. وإذا تتلى عليهم آياتنا بينات تعرف في وجوه الذين كفروا المنكر يكادون يسطون بالذين يتلون عليهم آياتنا. قل أفأنبئكم بشر من ذلكم النار وعدها الله الذين كفروا وبئس المصير. يا أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب. ما قدروا الله حق قدره إن الله لقوي عزيز. الله يصطفي من الملائكة رسلا ومن الناس إن الله سميع بصير. يعلم ما بين أيديهم وما خلفهم وإلى الله ترجع الأمور. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس. فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 732 സൂറത്തുൽ ഹജ്ജ് ആയത്ത് 56 പേജ് നമ്പർ 1177. അൽ മുൽക്കു യൗമഇദിൻ ലില്ലാഹ് അന്നേ ദിവസം ആധിപത്യം അല്ലാഹുവിനാകുന്നു. യഹ്കുമു ബൈനഹും അവരുടെ ഇടയിൽ അവൻ വിധിക്കും. ഫല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഫി ജന്നാത്തിൻ നഈം അതിനാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ സൗഖ്യത്തിൻ്റെ തോട്ടങ്ങളിലാകുന്നു. ആയത്ത് 57. വല്ലദീന കഫറു വകദ്ദബു ബിആയാതിനാ നിഷേധിക്കുകയും നമ്മുടെ ആയത്തുകളെ കളവാക്കുകയും ചെയ്തവർ ഫഉലൈക ലഹും അദാബുൻ മുഹീൻ അവർ തന്നെയാണ് അപമാനകരമായ ശിക്ഷയുള്ളവർ. ആയത്ത് 58. വല്ലദീന ഹാജറു ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദേശം ഉപേക്ഷിച്ച് നാടുവിട്ടവർ സുമ്മ ഖുതിലു പിന്നെ അവർ കൊല്ലപ്പെട്ടു ഔ മാതു അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസന നിശ്ചയമായും അവർക്ക് അള്ളാഹു വിശേഷപ്പെട്ട ഉപജീവനം നൽകുന്നതാകുന്നു. പേജ് നമ്പർ 1178. ഇന്നല്ലാഹ ലഹുവ ഖൈറുർ റാസിഖീൻ നിശ്ചയം അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ. മതമനുസരിച്ച് ജീവിക്കാൻ സ്വന്തം നാട്ടിൽ സാധ്യമായപ്പോൾ സ്വന്തം നാടും വീടും സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ച് പോയവരെയാണ് ഹിജ്റ പോയവർ എന്ന് പറയുക. മഹാത്യാഗമാണത്.
വമ്പിച്ച പ്രതിഫലമാണ് അവർക്കുള്ളത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്ത് രക്തസാക്ഷിയായവനും യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്ന് സാധാരണ പോലെ മരണമടഞ്ഞവനും പ്രതിഫലത്തിൻ്റെ അർഹതയുള്ളവനാണ്. ആയത്ത് 59. അവർ തൃപ്തിപ്പെടുന്ന ഒരു പ്രവേശന സ്ഥലത്ത് അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്നതാകുന്നു. നിശ്ചയമായും അള്ളാഹു സർവജ്ഞനും മഹാക്ഷമാശീലനുമാകുന്നു. ആയത്ത് 60. അത് തന്നെയാണ് കാര്യം. താൻ ശിക്ഷിക്കപ്പെട്ടതിന് തുല്യമായ ശിക്ഷയിലൂടെ വല്ലവനും പ്രതികാരം ചെയ്യുകയും പിന്നെ അവൻ അതിക്രമത്തിന് ഇരയാവുകയും ചെയ്യുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു അവനെ സഹായിക്കുക തന്നെ ചെയ്യും. നിശ്ചയമായും അള്ളാഹു വളരെ മാപ്പ് ചെയ്യുന്നവനും വളരെ പൊറുക്കുന്നവനുമാകുന്നു. ആരെങ്കിലും അന്യായമായി ദ്രോഹിച്ചാൽ തുല്യനിലയിൽ പകരം വീട്ടാവുന്നതാണ്. പകരം വീട്ടിയാൽ വീണ്ടും ദ്രോഹിക്കപ്പെടുന്ന പക്ഷം ഈ ദ്രോഹിക്കപ്പെട്ടവനെ അള്ളാഹു സഹായിക്കും. ആയത്ത് 61. അതെന്തുകൊണ്ടെന്നാൽ നിശ്ചയമായും അള്ളാഹു രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, അവൻ പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു. നിശ്ചയമായും അള്ളാഹു സൂക്ഷ്മമായി കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. പകലും രാവും ഉണ്ടാകുന്നതിനെ എങ്ങനെയെന്ന് നമുക്കറിയാം. രാവിനെയും പകലിനെയും പ്രവേശിപ്പിക്കുന്നത് എങ്ങനെ അള്ളാഹുവിനറിയാം. പകലും രാവും ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. പകലിനെ രാവിലും രാവിനെ പകലിലും പ്രവേശിപ്പിക്കുന്നത് എങ്ങനെ അള്ളാഹുവിനറിയാം. ആയത്ത് 62. അതെന്തുകൊണ്ടെന്നാൽ നിശ്ചയമായും അള്ളാഹു തന്നെയാണ് യഥാർത്ഥത്തിലുള്ളവൻ. പേജ് നമ്പർ 1171. അവർ ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അതാണ് നിരർത്ഥകമായത്. ആ പ്രാർത്ഥിക്കപ്പെടുന്നവരൊന്നും അതിന് അർഹരല്ല. പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിച്ചവൻ്റെ ആവശ്യം അറിയുകയും അത് കൈകാര്യം ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നവരല്ല. അപ്പോൾ അവ നിരർത്ഥകമായവ തന്നെ. നിശ്ചയമായും അള്ളാഹു തന്നെയാണ് ഉന്നതനും വലിയവനും. മറ്റുള്ളവർക്കൊന്നും സ്വന്തം നിലയ്ക്ക് യാതൊരു ഉന്നതിയും വലിപ്പവും ഇല്ല. അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. സ്വയംഭൂ ആയിട്ടുള്ളവൻ അള്ളാഹു ഒരുവൻ മാത്രമാണ്. ആയത്ത് 63. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ. നിശ്ചയമായും അള്ളാഹു ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കിയത് നീ കണ്ടില്ലേ? ഫതുസ്ബിഹുൽ അർദു മുഖ്ദറതൻ. അങ്ങനെ ഭൂമി പച്ച പിടിച്ചതായിത്തീരുന്നു. ഇന്നല്ലാഹ ലത്വീഫുൻ ഖബീർ. നിശ്ചയമായും അള്ളാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞനും ആകുന്നു. അള്ളാഹു സൂക്ഷ്മജ്ഞനാണെന്ന് വെച്ചാൽ ആർക്കും കണ്ടുപിടിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലുള്ളതും വളരെ സൂക്ഷ്മമായി ഇടപെടുന്നവനും നിയന്ത്രിക്കുന്നവനും എന്ന് സാരം. സ്വന്തം സഹോദരങ്ങളുടെ കൈകളാൽ കൊല്ലപ്പെടുവാൻ തക്ക നിലയിലായ സഹോദരങ്ങളുടെ കൈകളാൽ കൊല്ലപ്പെടുവാൻ തക്ക നിലയിലായ സഹോദരങ്ങളുടെ കൈകളാൽ ജനവാസമില്ലാത്ത പ്രദേശത്തെ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമയെ മിസ്രിലെ സിംഹാസനത്തിലെത്തിക്കുവാൻ അള്ളാഹു തീരുമാനിച്ചിരുന്നു. അത് നടപ്പിൽ വന്ന രീതി അത്ഭുതകരമാണ്. വഴിയാത്രക്കാർ കിണർ കണ്ടപ്പോൾ വെള്ളം കോരാൻ ഒരാളെ അയച്ചു. കിണറ്റിൻ്റെ അടിയിൽ യൂസുഫിനെ കണ്ടെത്തിയ ആ മനുഷ്യൻ അത്ഭുതപ്പെട്ട് വിളിച്ചു പറഞ്ഞു. യാത്രാസംഘം വളഞ്ഞുകൂടി യൂസുഫിനെ ആ കിണറ്റിൽ നിന്ന് കരകയറ്റി മിസ്രിലെ അടിമച്ചന്തയിൽ വിറ്റു. അങ്ങനെ കൊട്ടാരത്തിലെ അടിമയായി തീർന്ന യൂസുഫ് അലൈഹിസ്സലാം ഏതാനും കൊല്ലങ്ങൾക്ക് ശേഷം അതാ സിംഹാസനാരൂഢനായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പരിപാടി അത്ഭുതകരവും അലംഘനീയവുമാകുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മരക്ഷാർത്ഥമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത്. 8 കൊല്ലം കഴിഞ്ഞപ്പോയതാ അറേബ്യയിലെ സർവാധിപതിയായി മാറിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വട്ടം കൂടി ആ ദുർജനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭയം തേടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ സൂക്ഷ്മജ്ഞൻ എന്നതിൻ്റെ വിശദീകരണത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ഇതെല്ലാം. ആയത്ത് 64. ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർദി. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അവൻ്റേതാകുന്നു. എല്ലാത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനും നിയന്താവും സംരക്ഷകനും അവൻ തന്നെ.
പേജ് നമ്പർ 1180. ഇന്നല്ലാഹ ലഹുവൽ ഗനിയുൽ ഹമീദ്, നിശ്ചയമായും അള്ളാഹു തന്നെയാണ് നിരാശ്രയനും സ്തുത്യർഹനുമായിട്ടുള്ളവൻ. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 733, സൂറത്തുൽ ഹജ്ജ് ആയത്ത് 65, പേജ് നമ്പർ 1180. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർദി, നിശ്ചയമായും അള്ളാഹു ഭൂമിയിലുള്ളതിനെ നിങ്ങൾക്ക് വേണ്ടി വഴിപ്പെടുത്തിയിരിക്കുന്നത് നീ കണ്ടില്ലേ? നിങ്ങൾക്ക് വഴിപ്പെടുത്തി തന്നു എന്ന് ഇവിടെ ചിലർ അർത്ഥം പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് വരുമല്ലോ. അങ്ങനെ സാധിക്കുന്നതായി പലതുമുണ്ടെങ്കിലും അധികഭാവവും സാധിക്കാത്തവയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു വഴിപ്പെടുത്തി എന്ന് പറയുന്നതാണ് നല്ലത്. വൽഫുൽക, കപ്പലിനെയും അവൻ നിങ്ങൾക്ക് വേണ്ടി വഴിപ്പെടുത്തി. തജ്രി ഫിൽ ബഹരി ബിഅംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സമുദ്രത്തിലൂടെ അത് നീങ്ങുന്നു. ആയിരക്കണക്കിന് ടൺ ഭാരം കയറ്റിയ ഭീമൻ കപ്പലുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അത്ഭുതം തന്നെയാണ്. വെള്ളത്തിൻ്റെ പ്രത്യേകതയാണത്. ആകാശത്തെ അവൻ്റെ അനുമതിയോടെയല്ലാതെ അത് ഭൂമിയിൽ വീണുപോകാത്ത വിധം അവൻ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ആകാശഗോളങ്ങളുടെ സഞ്ചാരം വളരെ വ്യവസ്ഥാപിതമായ നിലയിലാണ് നടക്കുന്നത്. അവ ശൂന്യതയിൽ അലക്ഷ്യമായി നീങ്ങിരുന്നുവെങ്കിൽ കൂട്ടിമുട്ടി തകരുകയും ഭൂമിയിൽ പതിച്ച് ഭയങ്കര നാശമുണ്ടാവുകയും ചെയ്യും. അള്ളാഹു കണിശമായി നിശ്ചയിച്ച ഈ വ്യവസ്ഥ നീക്കിക്കളയുന്ന പക്ഷം എല്ലാം തകർന്ന് സമ്പൂർണ്ണ നാശം സംഭവിക്കുക തന്നെ ചെയ്യും. മേഘങ്ങൾ എന്നും സമാ എന്നും എന്നതിന് ചിലർ അർത്ഥം പറയുന്നുണ്ട്. രണ്ടായാലും കാര്യം ഒന്ന് തന്നെ. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, നിശ്ചയമായും അള്ളാഹു മനുഷ്യരോട് വളരെ ദയയുള്ളവനും കരുണയുള്ളവനുമാകുന്നു. ഈ ഭൗതിക ലോകത്ത് മനുഷ്യർ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾക്കനുസരിച്ച് അള്ളാഹു ശിക്ഷിക്കുന്നില്ല. എല്ലാവർക്കും കാരുണ്യം വ്യാപകമായി നൽകിക്കൊണ്ടിരിക്കുന്നു. മഹാ അക്രമികൾ വലിയ സുഖസൗകര്യങ്ങളിലാണ് ജീവിക്കുന്നത്. മതനിഷേധികൾക്കും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർക്കും ഭൗതിക സാഹചര്യങ്ങൾ അവൻ ഒരുക്കിക്കൊടുക്കുന്നു. അതൊക്കെ അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. പരലോകത്ത് അങ്ങനെയായിരിക്കില്ല ഒരിക്കലും. അവിടെ പുണ്യവാന്മാർക്ക് മാത്രമായിരിക്കും അവൻ്റെ കാരുണ്യം. ആയത്ത് 66. വഹുവല്ലദീ അഹ്യാക്കും, അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചവൻ. സുമ്മയുമീത്തുക്കും, പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു. സുമ്മയുഹ്യീക്കും, പിന്നെ അവൻ നിങ്ങളെ ജീവിപ്പിക്കും. പേജ് നമ്പർ 1181. ഇന്നൽ ഇൻസാന ലകഫൂർ, നിശ്ചയമായും മനുഷ്യൻ വളരെ നന്ദി കെട്ടവനാകുന്നു. ചെറിയതോ വലിയതോ ആയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവർക്ക് മനുഷ്യർ സാധാരണ നന്ദി പറയും. എന്നാൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുന്ന സൃഷ്ടാവിന് നന്ദി ചെയ്യില്ല. അവൻ സൃഷ്ടിച്ച ഭൂമിയിൽ വായുവും വെള്ളവും മറ്റു സൗകര്യങ്ങളും അനുഭവിച്ച് അവനെ തന്നെ നിഷേധിക്കാൻ മാത്രം ധിക്കാരിയും നന്ദി കെട്ടവനുമാണ് മനുഷ്യൻ. ആയത്ത് 67. ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, ഓരോ സമുദായത്തിലും നാം മതാനുഷ്ഠാനം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഹും നാസിക്കുഹു, അവർ അത് അനുഷ്ഠിക്കുന്നവരാകുന്നു. ഫലാ യുനാസിഉന്നക ഫിൽ അംരി, അതുകൊണ്ട് അവർ ഈ കാര്യത്തിൽ നിന്നോട് വഴക്കിടാതിരിക്കട്ടെ. വദ്ഉ ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കലേക്ക് നീ ക്ഷണിക്കുക. ഇന്നക ലഅലാ ഹുദൻ മുസ്തഖീം, ഇന്നക ലഅലാ ഹുദൻ മുസ്തഖീം, നിശ്ചയമായും നീ ചൊവ്വായ നേർമാർഗത്തിൽ തന്നെയാകുന്നു. ആയത്ത് 68. വഇൻ ജാദലൂക ഫഖുൽ, അവർ നിന്നോട് തർക്കിച്ചാൽ നീ പറയുക, അല്ലാഹു അഅലമു ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു ഏറ്റവും അറിയുന്നവനാകുന്നു. ഇന്ന് നിങ്ങൾ അനുഷ്ഠിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നതല്ല. നിങ്ങളുടെ പൂർവികൾ അതിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അത് മാറ്റിമറിക്കപ്പെട്ടതാണ് ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ളത്. അതിനാൽ അതിലേക്ക് മാറുവാൻ നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്നതും അതിനുവേണ്ടി തർക്കിക്കുന്നതും ശരിയല്ല. ആയത്ത് 69. അല്ലാഹു യഹ്കുമു ബൈനകും യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അല്ലാഹു നിങ്ങൾക്കിടയിൽ വിധിക്കുന്നതാകുന്നു. ഫീമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഭിന്നാഭിപ്രായക്കാരായി തീർന്നിട്ടുള്ള വിഷയങ്ങളിൽ. മനുഷ്യൻ പല വിഷയങ്ങളിലും ഭിന്നിച്ച് പല കക്ഷികളായി തീർന്നു. ഭിന്നിപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി മതനിയമങ്ങൾ ഇറക്കി. അതിലും ഭിന്നിച്ച് ഓരോരുത്തരും വാശി പിടിച്ചു. എന്ത് ന്യായം പറഞ്ഞാലും ഉപദേശം കൊടുത്താലും വാദപ്രതിവാദം നടത്തിയാലും യാതൊരു പ്രയോജനവുമില്ലാതെയായി. ഇനി ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ വിധി നടത്തൽ കൊണ്ടല്ലാതെ ഈ കുഴപ്പം അവസാനിക്കുകയില്ല. ആയത്ത് 70.
അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദി, നിശ്ചയമായും അല്ലാഹു ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അറിയുന്നു എന്ന് നീ അറിഞ്ഞിട്ടില്ലേ? ഇന്ന ദാലിക ഫീ കിതാബ്, നിശ്ചയമായും അത് ഒരു പ്രമാണത്തിലുണ്ട്. പേജ് നമ്പർ 1182. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അതെല്ലാം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ശേഷം നിശ്ചയമായും അത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ളതാകുന്നു. അതായത് ഇവിടെ നിശ്ചയമായും അതൊരു പ്രമാണത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇന്ന ദാലിക ഫീ കിതാബ്, അതിൻ്റെ വിശദീകരണമായിട്ട് അതെല്ലാം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൊടുത്തിട്ട് ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 734, സൂറത്തുൽ ഹജ്ജ് ആയത്ത് 71, പേജ് നമ്പർ 1182. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നു. മലം യുനസ്സിൽ ബിഹി സുൽത്താന, അത് സംബന്ധിച്ച് അള്ളാഹു യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതിനെ. വമാ ലൈസ ലഹും ബിഹി ഇൽമുൻ, അത് സംബന്ധിച്ച് അവർക്ക് യാതൊരു വിവരവും ഇല്ലാത്തതിനെയും. അങ്ങനെ അവയെ ആരാധിക്കണമെന്നതിലേക്ക് യാതൊരു നിർദ്ദേശവും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല. അവർക്ക് അത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് അവർ ആരാധിക്കുന്നത്. വമാ ലിൽസാലിമീന മിൻ നസ്വീർ, അക്രമികൾക്ക് യാതൊരു സഹായകനും ഇല്ല തന്നെ. പേജ് നമ്പർ 72, ആയത്ത് 72. വഇദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ, നമ്മുടെ ആയത്തുകൾ പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളായി അവർക്ക് ഓതിക്കൊടുക്കപ്പെടുമ്പോൾ തഅരിഫു ഫീ വുജൂഹിൽ ലദീന കഫറുൽ മുൻകർ, നിഷേധികളായിട്ടുള്ളവരുടെ മുഖങ്ങളിൽ അനിഷ്ടം നിനക്ക് മനസ്സിലാക്കാവുന്നതാണ്. യകാദൂന യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാതിനാ, നമ്മുടെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കുന്നവരെ അവർ കയ്യേറ്റം ചെയ്യാറാകുന്നു. ഖുൽ അഫഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലികും, നീ പറയുക, എന്നാൽ അതിനേക്കാളെല്ലാം ദോഷകരമായത് നിങ്ങൾക്ക് ഞാൻ വിവരമറിയിച്ചു തരട്ടെയോ? അന്നാറു വഅദഹല്ലാഹു അല്ലദീന കഫറു, നരകം നിഷേധികളായിട്ടുള്ളവർക്ക് അള്ളാഹു അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വബിഅ്സൽ മസ്വീർ, ചെന്നു ചേരാനുള്ള ആ സ്ഥലം എത്ര ചിത്ത. ശരിക്ക് തെളിവുകൾ പരിശോധിക്കാനോ ചിന്തിച്ച് മനസ്സിലാക്കാനോ തയ്യാറില്ലാത്തവരുടെ സ്വഭാവത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആയത്തുകൾ കേൾക്കുന്നതും കേൾപ്പിക്കുന്നതുമെല്ലാം അവർക്ക് വെറുപ്പാണ്. അതിൽ പ്രതിഷേധിക്കുകയും ഓതിക്കേൾപ്പിക്കുന്നവരെ ആക്രമിക്കുവാൻ അവർ ഉരുമ്പിടുകയും ചെയ്യും. എല്ലാ കാലത്തുമുള്ള അനുഭവമാണിത്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും പാരമ്പര്യ പ്രേമവും ഒഴിവാക്കാൻ അവർ തയ്യാറല്ല. ന്യായത്തെ ന്യായം കൊണ്ട് നേരിടാൻ അവർക്കൊട്ട് സാധ്യവുമല്ല. അവർക്ക് യഥാർത്ഥ മതപ്രബോധകരോട് വെറുപ്പും വിദ്വേഷവുമുണ്ട്. യഥാർത്ഥത്തിൽ വെറുപ്പുണ്ടാകേണ്ടത് നരകത്തോടാണ്. നിങ്ങളുടെ ഈ അവസ്ഥക്ക് മാറ്റമുണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ പര്യവസാനം നരകം തന്നെയായിരിക്കും. പേജ് നമ്പർ 1183, ആയത്ത് 83. ആയത്ത് 73. യാ അയ്യുഹന്നാസു ദുരിബ മസലും ഫസ്തമിഉ ലഹ്, മനുഷ്യരെ ഒരു ഉപമ വിവരിക്കപ്പെടുന്നു, അതിനാൽ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവീൻ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി, നിശ്ചയമായും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവർ ലൻ യഖ്ലുഖൂ ദുബാബാ, ഒരിക്കലും അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല. വലവിജ്തമഊ ലഹ്, അതിനുവേണ്ടി അവർ ഒരുമിച്ച് കൂടിയാലും ശരി. വഇയസ്ലുബുഹുമുദ് ദുബാബു ശൈആ, ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ ലയസ്തൻഖിദൂഹു മിൻ, ആ ഈച്ചയിൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കാനും അവർക്ക് കഴിയുകയില്ല. ളാലിബു വൽ മത്ലൂബ്, അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലരായിരിക്കുന്നു. സ്വന്തം നിലക്ക് നേടാൻ കഴിയാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയും സ്വന്തം നിലക്ക് തടുക്കാൻ കഴിയാത്ത അപകടങ്ങളെ സംബന്ധിച്ചുമാണല്ലോ പ്രാർത്ഥന ഉണ്ടാവുന്നത്. പ്രാർത്ഥിക്കപ്പെടുന്നവൻ കഴിവുള്ളവനാണെന്ന വിശ്വാസമാണ് പ്രാർത്ഥനയ്ക്ക് നിദാനം. വഴിപിഴച്ച മനുഷ്യർ പലരോടും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം, മുഹീദ്ദീൻ ഷെയ്ഖ്, ബദരീങ്ങൾ, മമ്പ്രന്തങ്ങൾ, ഗുരുവായൂരപ്പൻ, ശബരിമല അയ്യപ്പൻ, ഇങ്ങനെ ധാരാളമുണ്ടല്ലോ. അതായത് ഓരോ വിശ്വാസികൾക്ക് അവരവരുടെ വിശ്വാസ രീതികൾ, അതൊന്നും ഇസ്ലാമല്ല എന്നർത്ഥം. മുഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചു എന്നുകൊണ്ട് മുസ്ലിം ആവില്ല, അവൻ മുസ്ലിം ആവില്ല. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. അള്ളാഹുവിന് പ്രിയപ്പെട്ടവർ, വെറുക്കപ്പെട്ടവർ എന്ന വ്യത്യാസം ഇവിടെ പരിഗണിക്കില്ല. പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അല്ലാത്ത ആരോടായാലും ശിർക്ക് തന്നെ. എന്നാൽ അവരെല്ലാവരും കൂടി സംഘടിച്ചാൽ ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയുകയില്ല. അത് പോകട്ടെ, എന്നാൽ ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അത് വീണ്ടെടുക്കാൻ പോലും അശക്തരാണവർ. ഈച്ച തട്ടിയെടുത്തത് തിരിച്ചെടുക്കാൻ സാധ്യമല്ല എന്നത് ശ്രദ്ധിക്കുക. ഈച്ച എടുക്കുന്ന പദാർത്ഥം അപ്പോൾ തന്നെ
അതിൻ്റെ ശരീരത്തിനകത്തെത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ പദാർത്ഥം തിരിച്ചെടുക്കുക എന്നത് തീർത്തും അസാധ്യം. ഉറുമ്പിനെ പോലെ അത് വഹിച്ചു നടക്കുകയല്ല. ഈച്ചവർഗത്തിൽപ്പെട്ടത് കഴിക്കുന്ന വസ്തു ഉടനെ തന്നെ ശരീരത്തിനുള്ളിലെത്തി അതിൻ്റെ ഭാഗമായി തീരുകയാണ്. അത്ര ദയനീയമാണ് അവരുടെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ളവരോട് പ്രാർത്ഥിക്കുന്നവരെ പോലെ വിഡ്ഢികളും വഴികെട്ടവരും ആരുണ്ട്? അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ലോകവ്യാപകമായൊരു വ്യാധിയാണ്. ഉന്നത ബിരുദധാരികളായ മഹാപണ്ഡിതന്മാർ വരെ ഈ പിഴവിൽ അകപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥിക്കപ്പെടുന്നവർക്ക് യാതൊരു കഴിവുമില്ലെന്ന് പറയുമ്പോൾ കഴിവുണ്ടെന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധ്യമല്ല. കളവ് പറയൽ മാത്രം എന്ത് ചെയ്യും? ഇതിനെ സംബന്ധിച്ച് നടപടിയെടുക്കുമ്പോൾ മാത്രമേ ഈ ബുദ്ധികെട്ടവർ ഉണരുകയുള്ളൂ. ഈ രംഗത്ത് വളരെ വ്യസനകരവും വിനാശകരവുമായൊരു ദുരവസ്ഥയുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചിലർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണമെന്ന് വാദിച്ചുകൊണ്ട് ഖുർആൻ ആയത്തുകളുടെ അർത്ഥം മാറ്റിമറിച്ച് തെളിവ് കൊടുക്കുന്നു. ന്യായമായ സംവാദത്തിന് ക്ഷണിച്ചാൽ തയ്യാറാകുന്നില്ല. മഹാത്ഭുതം തന്നെ. പണ്ഡിതന്മാരെന്ന് നടിക്കുന്ന ചിലർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളോട് പ്രാർത്ഥിക്കാമെന്ന് ജൽപ്പിക്കുന്നു. കാര്യം മഹാകുഴപ്പം തന്നെ. പ്രാർത്ഥന ആരാധനയാണെന്ന് പറയുകയും അതിലേക്ക് ആയിരിക്കും ഇവിടെ അതിലേക്ക് എന്നുള്ള ആലേക്കുന്നേ ഉള്ളൂ, തീന്ന് വിട്ടുപോയതായിരിക്കും. അതിലേക്ക് രേഖയായ ഖുർആൻ ആയത്ത് ഓതി കേൾപ്പിക്കുകയും ചെയ്തു എന്ന ഹദീസിനെ അവഗണിക്കുകയും ചെയ്യുന്നു. ഔലിയാക്കളോടുള്ള പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലുള്ള വളരെയധികം ശിർക്കിൻ്റെ നടപടികളും ഇസ്ലാമിൽ കടത്തിക്കൂട്ടുകയും ചെയ്തിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ വളരെ വികൃതമാക്കിയിരിക്കുന്നു. ഔലിയാക്കളോട് പ്രാർത്ഥിക്കണമെന്ന് വാദിക്കുന്നവർക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അവർ ഷഹാദത്ത് കലിമയെ നിഷേധിച്ചവരാകുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 735, സൂറത്തുൽ ഹജ്ജ് ആയത്ത് 74, പേജ് നമ്പർ 1184. മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കിയില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, നിശ്ചയമായും അള്ളാഹു സർവശക്തനും പ്രതാപശാലിയും ആകുന്നു. അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കിയില്ല എന്ന വചനം ശ്രദ്ധിക്കുക. ഏറ്റവും അർത്ഥവത്താണ് അത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടും മറ്റു പുണ്യാത്മാക്കളോടും വിളിച്ചു തേടുന്നവർ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കാത്തവരാണ്. ഒരു ഇടയാളനെയും ശുപാർശക്കാരനെയും ഇങ്ങനെ വിളിച്ചു തേടാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല. അവരെയൊക്കെ വിളിച്ചു തേടൽ ഏറ്റവും വലിയ പാപമാണെന്നാണ് അവൻ വ്യക്തമാക്കിയിട്ടുള്ളത്. യേശു ദൈവപുത്രനാണെന്ന വാദം ലോകത്തെ ഏറ്റവും വലിയ മതവിഭാഗത്തിൻ്റെതാണല്ലോ. അവരും അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവരാണ്. ബഹുദൈവാരാധകരൊക്കെ ഇപ്രകാരം ഏകനായ സർവശക്തനെ മനസ്സിലാക്കാത്തവരാണെന്ന് കാണാം. മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർ അവനെ മാത്രം വിളിച്ചു തേടുമായിരുന്നു. ആയത്ത് 75. അല്ലാഹു യസ്തഫീ മിനൽ മലായികതി റുസുല, അള്ളാഹു മലക്കുകളിൽ നിന്ന് ദൂതന്മാരെ തെരഞ്ഞെടുക്കുന്നു. ഒമിനൻ നാസി, മനുഷ്യരിൽ നിന്നും. ലോകാരംഭം മുതൽ അള്ളാഹു നടപ്പിൽ വരുത്തിയ ഒരു നടപടിക്രമത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. മനുഷ്യർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുവാനും നേർവഴിയിൽ നേതൃത്വം നൽകുവാനും മനുഷ്യരിൽ നിന്നുള്ള ദൂതന്മാരെ അള്ളാഹു തെരഞ്ഞെടുക്കും. ആ ദൂതന്മാർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ മലക്കുകളിൽ നിന്നുള്ള ദൂതന്മാരെയും തിരഞ്ഞെടുക്കും. ഇത് മുമ്പ് മുതൽക്കേ പതിവായിരുന്നു. ഇവിടെ പ്രവാചകന്മാരുടെ നിയോഗം ഒടുവിലത്തെ പ്രവാചകനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനിച്ചു. മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഇതിൽ ഏകാഭിപ്രായക്കാരാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ പരിപാടി തുടരുമെന്നും അങ്ങനെയുള്ള ഒരു റസൂലാണ് മീർസ ഗുലാം അഹമ്മദി എന്നും ഖാദിയാനികൾ വ്യാജമായി വാദിക്കുന്നുണ്ട്. മീർസ ഗുലാം ഒരിക്കലും ആ സ്ഥാനത്തേക്ക് യോഗ്യനല്ല. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏജന്റായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അദ്ദേഹം മഹാകള്ളവാദിയായിരുന്നു. ഇന്നല്ലാഹ സമീഉൻ ബസ്വീർ, നിശ്ചയമായും അള്ളാഹു സൂക്ഷ്മമായി കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. ആയത്ത് 76. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വഇലല്ലാഹി തുർജഉൽ ഉമൂർ, അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അള്ളാഹു അറിയുന്നു. അള്ളാഹുവിങ്കിലേക്കാണ് കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. എല്ലാ കാര്യങ്ങളിലും അവൻ തന്നെ വിധി നടത്തും. വേറെ ആർക്കും അതിൽ പങ്കില്ല. പേജ് നമ്പർ 1185, ആയത്ത് 77. യാ അയ്യുഹല്ലദീന ആമനു ർകഉ വസ്ജുദു, വിശ്വാസികളായിട്ടുള്ളവരെ നിങ്ങൾ റുകൂഅ് ചെയ്യുവീൻ, നിങ്ങൾ സാഷ്ടാംഗം ചെയ്യുവീൻ. വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുവീൻ. വഫ്അലുൽ ഖൈറ, നിങ്ങൾ നന്മ പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. ആയത്ത് 78. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി,
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് മുറപ്രകാരം ചെയ്യുക. വലിയ ത്യാഗ പരിശ്രമമാണ് ജിഹാദ്. കഴിവിൽപ്പെട്ടതുകൊണ്ടെല്ലാം കഠിനമായി യത്നിക്കുക. വിശാലമായ അർത്ഥമുണ്ട് ജിഹാദിന്. ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായുള്ള സമരമാണ് ഒന്ന്, പിശാചിനോടുള്ള സമരമാണ് മറ്റൊന്ന്. വിശ്വാസവും അറിവും സൂക്ഷ്മതയും ആവശ്യമായ സമരമാണിത്. ആത്മീയവും മാനസികവുമായ യുദ്ധം, സ്വന്തം ഇച്ഛകളോടുള്ള സമരമാണ് വേറൊന്ന്. ഇതാദ്യം പറഞ്ഞ രണ്ട് സമരത്തെക്കാളും പ്രയാസകരമാണ്. സ്വന്തം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും താല്പര്യങ്ങളെയും ആഗ്രഹങ്ങളെയും മാറ്റിവെക്കണമെങ്കിൽ കഠിനമായി അധ്വാനിക്കേണ്ടി വരും. ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യണമെന്ന് വന്നിട്ടുണ്ട്. ഫുർഖാൻ 52. ഖുർആൻ കൊണ്ടുള്ള ശക്തമായ പ്രബോധനമാണ് അപ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത്. അസത്യവാദികളോടും അബദ്ധവാദികളോടുമുള്ള ആദർശ സമരം വലിയ ജിഹാദ് തന്നെ. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യണമെന്ന് ഖുർആൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. നല്ല കാര്യങ്ങളിൽ ധനം ചെലവഴിക്കണം. യഥാർത്ഥ ധർമ്മ സമരത്തിന് വേണ്ടി സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമരം നടത്തലാണ് ഇവിടെ ഉദ്ദേശ്യം. ഹുവജ്തബാക്കും, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ദീനിൽ നിങ്ങൾക്ക് അവൻ യാതൊരു പ്രയാസവും ചുമത്തിയിട്ടില്ല. മനസ്സിലാക്കാനും അനുഷ്ഠിക്കാനും എളുപ്പമുള്ള കാര്യങ്ങളാണ് അള്ളാഹു നിയമിച്ചത്. അസാധ്യമോ അപ്രായോഗികമോ ആയി ഒന്നും ഇസ്ലാമിനില്ല. ഇസ്ലാമിലെ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോന്നെടുത്ത് വിശകലനം ചെയ്താൽ ഇക്കാര്യം വ്യക്തമാകും. വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും നടപ്പാക്കാനും എളുപ്പമാണ്. സൃഷ്ടാവിൻ്റെ ഏകത്വം, ആരാധനയിലെ ഏകത്വം, പ്രവാചകനിലും വേദഗ്രന്ഥങ്ങളിലുമുള്ള വിശ്വാസം, ഇവയെല്ലാം ലളിതവും ഋജുവുമാണ്. എപ്പോഴും ധ്യാനനിരതരായി ജീവിതം കഴിച്ചു കൂട്ടുന്നവരുണ്ട്. തീരെ ആരാധനാകർമ്മങ്ങൾ ചെയ്യാത്തവരുമുണ്ട്. ഇസ്ലാം നിർദ്ദേശിക്കുന്ന 24 മണിക്കൂറിൽ 5 നേരം നിസ്കരിക്കണമെന്നാണ്. 5 മിനിറ്റ് വീതം അഥവാ 10 മിനിറ്റ് വീതം 5 നേരം നല്ല ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് ലൗകിക സുഖം വേണ്ടെന്ന് വെക്കുന്നവരും 5 മിനിറ്റ് വീതം അഥവാ 10 മിനിറ്റ് വീതം 5 നേരം, അത് ഏകദേശം അത്രേ സമയമാകുള്ളൂ എന്ന് കൊടുത്താണ്. അതായത് ഇനി നല്ല ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് ലൗകിക സുഖം വേണ്ടെന്ന് വെക്കുന്നവരും പട്ടിണി കിടന്ന് ശരീരത്തെ പീഡിപ്പിക്കുന്നവരുമുണ്ട്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് 1 മാസം നോമ്പാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. നല്ല ഭക്ഷണപാനീയങ്ങൾ ആവാം, അമിതമാകരുത്. പണം സമ്പാദിക്കാം, പരിധിയില്ല. നിശ്ചിത ശതമാനം സക്കാത്ത് കൊടുക്കണം. ദാമ്പത്യ ജീവിതം തന്നെ പാടെ ഒഴിവാക്കി ദൈവിക തൃപ്തി നേടാമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇസ്ലാം അതിനെ എതിർക്കുന്നു. ദാമ്പത്യ കുടുംബ ജീവിതമാണ് ഇസ്ലാമിൻ്റെ മുന്നിൽ 2 ഭാഗം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ദാമ്പത്യ കുടുംബ ജീവിതം എന്നത് ഇസ്ലാമിൻ്റെ 3/2 ഭാഗമാണ് എന്നർത്ഥം. പ്രകൃതി വിരുദ്ധമോ പ്രയാസമേറിയതോ ആയ ഒന്നും ഇസ്ലാമിലില്ല. കട്ടവൻ്റെ കൈമുറിക്കൽ പോലെയുള്ള ശിക്ഷാ നിയമങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിയാത്തതിനെപ്പറ്റിയും അള്ളാഹു അല്ലാത്തവരുടെ ഭരണത്തിന് കീഴടങ്ങി ജീവിക്കേണ്ടി വന്നതിലും ദുഃഖം പ്രകടിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ഇതിൽ ദുഃഖിച്ച് ഭരണം സ്ഥാപിച്ചെങ്കിലേ ഇത് സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഏറ്റവും ആദ്യം വേണ്ടത് ഭരണം സ്ഥാപിക്കലാണെന്ന് വാദിച്ചു നടക്കുന്നവരുടെ നിലപാട് ശരിയല്ല. അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും അള്ളാഹു ഏർപ്പെടുത്തിയതല്ല, അതവർ സ്വയം ഉണ്ടാക്കിയതാണ്. ഭരണം നടത്താനുള്ള സാഹചര്യങ്ങൾ ഉള്ളിടത്ത് അത് നടപ്പാക്കണം എന്നല്ലാതെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ നാടുകളിൽ ഭരണം നടപ്പാക്കണമെന്ന് പറയുന്നതിൽ ഒരടിസ്ഥാനവുമില്ല. ധനമില്ലാത്തവൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ലല്ലോ. ബുദ്ധിമുട്ടി ധനം സമ്പാദിച്ചുണ്ടാക്കി സക്കാത്ത് കൊടുക്കൽ എന്ന കൽപ്പന നിറവേറ്റേണ്ടതുണ്ടോ? ഇല്ല. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ധനം സമ്പാദിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്നത് പോലെ ബാലിശമാണ് ഈ വാദം. പേജ് നമ്പർ 1186. മില്ലത്ത അബീക്കും ഇബ്രാഹിമ, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിൻ്റെ മാർഗത്തെ അവലംബിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മതം മനസ്സിലാക്കുവാനും അനുഷ്ഠിക്കുവാനും വളരെ എളുപ്പമായിട്ടുള്ളതാണ്. നമുക്ക് സ്വന്തം നേടാൻ കഴിയാത്ത നമ്മുടെ ആവശ്യങ്ങളുണ്ട്. അതിനും നമുക്ക് സ്വന്തം തടുക്കാൻ കഴിയാത്ത അപകടങ്ങളെ തടുക്കുവാനും എല്ലാം കഴിയുന്നവനും നമ്മളോട് വിശാലമായ കരുണയുള്ളവനുമായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം അർപ്പിക്കണം എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മതം. ഈ മതത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫി ഹാദാ, ഇതിനു മുമ്പും ഇപ്പോൾ ഇതിലും നിങ്ങൾക്ക് മുസ്ലിങ്ങളെന്ന് അള്ളാഹു പേരിട്ടിരിക്കുന്നു. മുൻ വേദഗ്രന്ഥങ്ങളിലും ഈ പരിശുദ്ധ ഖുർആനിലും അള്ളാഹു നിങ്ങൾക്ക് നൽകിയ പേരാണ് മുസ്ലിങ്ങൾ എന്നത്. മുസ്ലിം എന്ന പദം ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ വിട്ട് വ്യത്യസ്ത ആശയങ്ങൾ സ്വീകരിച്ചിട്ട് അത് സൂചിപ്പിക്കുവാൻ വേണ്ടി പുതിയ
പേര് സ്വീകരിച്ച എല്ലാവരുടെയും കാര്യം മഹാകഷ്ടം തന്നെ. ഉദാഹരണം, മീർസ ഗുലാം റസൂലാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അവർക്ക് ഏറ്റവും പ്രധാനമായ വിഷയം ആ വിശ്വാസമാണ്. മുസ്ലിം എന്ന പദം അത് ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അവർ അഹമ്മദിയ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നു. മുസ്ലിം എന്ന പേര് അവർ തൃപ്തിപ്പെടുന്നില്ല. അഹമ്മദിയ എന്നുകൂടി പറഞ്ഞാലേ അവർക്ക് മതിയാവുകയുള്ളൂ. ഷിയ എന്ന പദം ഇതിനേക്കാൾ പഴക്കമുള്ളതാണ്. പ്രവാചകന്മാരുടെ കാലശേഷം ഖിലാഫത്തിൻ്റെ അവകാശി അലി റളിയല്ലാഹു അൻഹു ആണെന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. ഈ ആശയം മുസ്ലിം എന്ന പദം സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഷിയ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ അഹമ്മദിയാക്കളെ പോലെ തന്നെ ഇവരും അപകടത്തിലാകുന്നു. ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം മതത്തിൽ നിന്ന് അല്പസ്വല്പം വ്യത്യാസപ്പെട്ട പല ആദർശങ്ങളും സ്വീകരിച്ചിട്ട് ആ പുതിയതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി പുതിയ പേര് സ്വീകരിച്ച എല്ലാവരും പിഴവിലാകുന്നു. ഇതുപോലെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളോട് പ്രാർത്ഥിക്കണമെന്നും ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലുള്ള പല ആചാരങ്ങളും ചെയ്യണമെന്നും വാദിച്ചതും പ്രവാചകൻ നടപ്പിൽ വരുത്തിയതുമായ മാർഗത്തിൽ നിന്ന് ഇതുപോലെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളോട് പ്രാർത്ഥിക്കണമെന്നും ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലുള്ള പല ആചാരങ്ങളും ചെയ്യണമെന്നും വാദിക്കുന്നവരുണ്ടല്ലോ. മുസ്ലിം എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ ഇതൊന്നുമില്ല. അള്ളാഹു തീരുമാനിച്ചതും പ്രവാചകൻ നടപ്പിൽ വരുത്തിയതുമായ മാർഗത്തിൽ നിന്ന് യാതൊരു വ്യത്യാസവും വരാതെ മുറുകെ പിടിക്കണമെന്ന് കർശനമായി നിർദ്ദേശിച്ചിട്ടും മനഃപൂർവ്വം വ്യത്യസ്തമായ മാർഗം സ്വീകരിച്ചവർ എങ്ങനെ ലക്ഷ്യത്തിലെത്തും? അവർ തെരഞ്ഞെടുത്ത വഴിയിലേക്ക് അവരെ വിട്ടുകളയൽ സ്വാഭാവികമാണ്. അവർ സ്വയം കുറ്റം സമ്മതിച്ച് ഖേദിച്ചു മടങ്ങി നേർമാർഗം സ്വീകരിച്ചെങ്കിലല്ലാതെ യാതൊരു ലക്ഷ്യമില്ല. ലിയകൂന റസൂൽ ഷഹീദൻ അലൈക്കും, റസൂൽ നിങ്ങൾക്ക് സാക്ഷിയാകുന്നതിന് വേണ്ടി. പേജ് നമ്പർ 1187. നിങ്ങൾ റസൂലിൻ്റെ മാതൃക സ്വീകരിച്ച് നല്ലവരായി തീരുകയും ലോക ജനതയ്ക്ക് വഴികാട്ടികളായിത്തീരുകയും ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് നൽകി നിങ്ങളെ ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. ആ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് റസൂലിനെ പിൻപറ്റുകയാണ് നിങ്ങൾ വേണ്ടത്. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകുന്നതിന് വേണ്ടിയും ലോക ജനത നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് നിങ്ങളെ പിൻപറ്റി ജീവിച്ച് മോക്ഷം നേടണം. അതിന് തക്ക നിലയുള്ള ഉയർന്ന സ്ഥാനത്ത് നിങ്ങളെ അള്ളാഹു നിർത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് അള്ളാഹു തന്ന പദവിയും നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവും ഒരിക്കലും മറന്നു പോകരുത്. ഫഅഖീമുസ് സ്വലാത്ത, അതുകൊണ്ട് നിങ്ങൾ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുക. സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. വഅതസിമു ബില്ലാഹി, അള്ളാഹുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ യജമാൻ. ഫനിഅമൽ മൗല, അതിനാൽ അവനെത്ര നല്ല യജമാനൻ. വനിഅമൻ നസ്വീർ, അവൻ എത്ര നല്ല സഹായി. യഥാർത്ഥ ധർമ്മസമരം മുസ്ലിങ്ങളെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്ലാം മതം വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും എളുപ്പമാണ്. മനുഷ്യ മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗമാണിത്. മുസ്ലിം എന്ന പേര് അള്ളാഹു നിശ്ചയിച്ചത് അന്ത്യപ്രവാചകനും മുസ്ലിങ്ങളും ലോകത്തിന് മാതൃകയാണ്. നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുക, സക്കാത്ത് കണിശമായി നൽകുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അവൻ്റെ സഹായം എപ്പോഴും തേടുക. ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ സൂറത്തുൽ ഹജ്ജിലെ ഈ ഒടുവിലത്തെ ആയത്തിൽ അള്ളാഹു ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സൂറത്ത് അൽ ഹജ്ജ് അവസാനിച്ചു.